എൻ.സി.പിയിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിപ്പിക്കാനാണ് നീക്കമെന്ന് എ.കെ. ശശീന്ദ്രൻ. എൻ.സി.പി ദേശീയ നേതൃത്വവുമായി ഇനി സഹകരിക്കില്ല. സമാന ചിന്താഗതിക്കാരെ ഒന്നിച്ചു നിർത്തും. അടുത്ത മാസം ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഭാവി തീരുമാനമെടുക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളുണ്ട്. അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ശ്രമം ഞങ്ങൾ 11-ാം തീയതി ജനറൽ ബോഡിക്ക് ശേഷം, കാരണം അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ തീർച്ചയായും ഞങ്ങൾ ആ ശ്രമം നടത്തും. കാരണം ഇങ്ങനെ ദുർബലപ്പെട്ട് നിന്നുകൂടാ. ജനങ്ങൾ ജനാധിപത്യ മനസ്സുകളുടെ ഐക്യവും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഐക്യവുമാണ്. ആ കൂട്ടായ്മയിലൂടെ ഒരു ജനകീയ വിപ്ലവമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയമായി എന്ന് ഞങ്ങൾ കരുതുന്നു. സരീഷ് പി കെ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, നേരത്തെ തന്നെ ആ നിലപാട് വ്യക്തമാക്കിയതാണ് ദേശീയ നേതൃത്വവുമായി ഇനി സഹകരണമില്ല. കാരണം ദേശീയ നേതൃത്വം എൻ.ഡി.എയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണല്ലോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ശക്തിപ്പെടുക, ഇടതുപക്ഷവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ, ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിർത്തി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം, ഇങ്ങനെയാണല്ലോ നിലവിൽ ആലോചിക്കുന്നത്. ദേശീയ നേതൃത്വവുമായി നേരത്തെ തന്നെ എ.കെ. ശശീന്ദ്രൻ പിണങ്ങിയിരുന്നു. ഇനി ദേശീയ നേതൃത്വവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ സംസ്ഥാനത്ത് തന്നെ ഒരു നേതൃമാറ്റവും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റികൾ പോലും പൊളിച്ചെഴുതുകയും ചെയ്യുന്ന ഒരു സമീപനം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പാതയിലേക്ക് എൻ.സി.പി പോവുകയാണ് എന്ന് കൃത്യമായി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അടുത്ത മാസം 11-ന് ജനറൽ ബോഡി, സംസ്ഥാന ജനറൽ ബോഡി യോഗം തന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തനിക്കൊപ്പമുള്ള ആളുകളെ, ജില്ലാ കമ്മിറ്റികളെ അത് കൃത്യമായി ഒപ്പം ചേർക്കുക. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനോടൊപ്പം അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം മുൻപ് ഉണ്ടാവുകയും പിന്നീട് വലതുപക്ഷത്തേക്ക് പോവുകയും ചെയ്തപ്പോൾ പിണങ്ങിപ്പിരിഞ്ഞ അല്ലെങ്കിൽ നടപടി നേരിട്ട, അതായത് ഈ മാറ്റത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ നടപടി നേരിട്ട ചില നേതാക്കളുണ്ട്, അതോടൊപ്പം ചില പാർട്ടികളുണ്ട്. അത്തരത്തിലുള്ള പാർട്ടികളെ ഒക്കെ ഒപ്പം ചേർക്കുക, അങ്ങനെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യ നേതൃയോഗം 11-ാം തീയതി, അടുത്ത മാസം 11-ാം തീയതി ചേരും. ആ യോഗത്തിൽ രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും സമാന മനസ്സുകളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ശരി, സരീഷ് പി കെ വിവരങ്ങൾ നൽകിയത്.